ദൈവം സമ്മതിക്കുന്നു. ഇതാണ് ഇന്നത്തെ സന്ദേശം. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ദൈവം സമ്മതിക്കയില്ല എന്നുള്ള 16-ാം സങ്കീർത്തനത്തിലെ വചനത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തു. യാക്കോബിൻ്റെ വിഷയത്തിൽ ദൈവം സമ്മതിച്ചില്ല. അതുകൊണ്ട് അമ്മായിയപ്പന് തന്നെ ഒതുക്കാൻ പറ്റിയില്ല. എന്നാൽ ഇയ്യോബിൻ്റെ കാര്യത്തിൽ ദൈവം സമ്മതിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6, 7, 8 ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ദൈവം സാത്താനുമായിട്ടൊരു സംഭാഷണം. സാത്താൻ ഭൂമിയിൽ എല്ലായിടവും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അതിനെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനം പറയുന്നു, ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. എന്താ സാത്താൻ്റെ ഉദ്ദേശം? സാത്താനെ തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി സൃഷ്ടിച്ച ദൈവത്തെ മനുഷ്യനെ കൊണ്ട് തന്നെ തള്ളിപ്പറയിപ്പിക്കുക. ഒരു ക്ലാസ്സിൽ തോറ്റ കുട്ടിക്ക് മറ്റേ കുട്ടി തോക്കുന്നതാണ് സമാധാനം. ഫൈനൽ എക്സാമിന് ഒരു കുട്ടിയുടെ മാർക്ക് ഒത്തിരി താഴെ പോയി. ആ കുട്ടിക്ക് ആശ്വാസം പകരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഐസ്ക്രീമോ വില കൂടിയ മറ്റെന്തെങ്കിലും സാധനങ്ങളോ വാങ്ങിക്കൊടുത്താൽ ഒന്നും ആ കുട്ടി സന്തോഷിക്കത്തില്ല. ആ കുട്ടി സന്തോഷിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അതിനെപ്പോലെ തന്നെ മാർക്ക് കുറഞ്ഞു പോയ ചിലരെ കാണിച്ചു കൊടുക്കുക. ഈ ഒരു മനഃശാസ്ത്രമാണ് ഈ സാത്താൻ്റെ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. സാത്താൻ നെകളം കൊണ്ട് ദൈവത്തിൽ നിന്ന് തള്ളപ്പെട്ടു. മനുഷ്യനെയും തള്ളിക്കളയണം. ഇതിനാണ് ഈ ഊടാടി സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ഊടാടി, അപ്പം ദൈവം അത് അനുവദിച്ചിരിക്കുന്നു. അത് വേറൊരു വിഷയം. കാരണം ജയിക്കുന്നവർക്ക് മാത്രമേ പർദീസ ലഭിക്കൂ. അപ്പം ഇയ്യോബ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി എല്ലാം നടന്ന് വീഡിയോ എടുത്ത് വരിക, ദൈവത്തിനെതിരെ ചലിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് നോക്കാൻ. ധാരാളം തെളിവുകൾ തരാൻ പറ്റും. അങ്ങനെ ദൈവത്തിനെതിരെ നിരീശ്വരവാദികളായിട്ടും ക്രൂരന്മാരായിട്ടും കള്ളന്മാരായിട്ടും തീർന്നവരെ സാത്താന് സന്തോഷമേ ഉള്ളൂ. അവരെപ്പറ്റി ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ഞാൻ ദൈവവചനപ്രകാരം ജീവിക്കുന്നു എന്ന് പറയുന്ന ഭക്തന്മാരെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കും. എന്നിട്ട് ഒരു ചെറിയ ന്യൂനത വന്നാൽ റിപ്പോർട്ട് ചെയ്യും. അപ്പം ദൈവം ചോദിക്കുകയാണ്, ആ ദൈവം ഒരു വെല്ലുവിളിയാണ്. ഒരു പ്രലോഭനത്തിലും വീഴാത്ത ഒരു കൂട്ടം ആളുകൾ എനിക്കിവിടെ ഉണ്ട് സാത്താനെ. ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു പ്രലോഭനത്തിലും വീഴാത്ത കുറേ പേർ ഇവിടെ എനിക്കുണ്ട്. അതിൽ ഒരാളാണ് ഇയ്യോബ്. സാത്താൻ്റെ വർത്തമാനം രസകരമാണ്. അവന് അങ്ങനെ വിശുദ്ധിയായിട്ട് ജീവിക്കാൻ, ദൈവഭയത്തിൽ ജീവിക്കാൻ കാരണം നീ അവനെല്ലാം കൊടുത്തു. സമ്പത്ത് കൊടുത്തു, സന്താനം കൊടുത്തു, സൗന്ദര്യം കൊടുത്തു, ആരോഗ്യം കൊടുത്തു, ഭൂമി കൊടുത്തു, വീട് കൊടുത്തു. എന്താ കൊടുക്കാത്ത? അങ്ങനെ കൊടുത്ത ആരാ? ദൈവത്തെ ഭയപ്പെടാത്ത, സ്നേഹിക്കാത്ത. ദൈവത്തിൻ്റെ മറുപടി, ഓക്കെ, അതാണോ നിൻ്റെ പ്രശ്നം? ഒരു കാര്യം ചെയ്യാം, അവൻ്റെ സമ്പത്ത് ഞാനിഞ്ഞ് നിനക്ക് തരാം, അഥവാ നിനക്കതിൽ തൊടാൻ ഞാൻ അനുവദിക്കാം. ഇതാണ് വിഷയം. അടുത്ത ചില ദിവസങ്ങൾ കൊണ്ട് ആ പാവം മനുഷ്യൻ്റെ സമ്പത്ത് മുഴുവൻ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളും മരി. ദൈവം അനുവദിച്ചു, ദൈവം സമ്മതിച്ചു. ദൈവം സമ്മതിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. ഒരു സാമ്പത്തിക നഷ്ടത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് വിശ്വസിക്കേ, ഇതെൻ്റെ ദൈവം അനുവദിച്ചതാണ്, സമ്മതിച്ചതാണ്. അതുകൊണ്ട് ഇതെല്ലാം നന്മയാക്കി എനിക്ക് മടക്കി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇതാണ് വിശ്വാസം.
എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ ദൈവവിശ്വാസം അല്ല ശരിക്കുള്ള വിശ്വാസം. യോബ് അങ്ങനെ വിശ്വസിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ യോബ് സാത്താൻ പറയാണ്, അല്ല അവൻ്റെ ആരോഗ്യത്തെ നീ തൊട്ടിട്ടില്ലല്ലോ. ഓക്കെ, അതും തൊട്ടു. അങ്ങനെ അവന് സോറിയാസിസ് പോലെയുള്ള അതിവേദന പിടിക്കുന്ന രോഗം വന്നു. പക്ഷെ അവൻ വിശ്വാസം തള്ളിപ്പറഞ്ഞില്ല. യോബിൻ്റെ കാര്യത്തിൽ ദൈവം സമ്മതിച്ചു, യാക്കോബിൻ്റെ കാര്യത്തിൽ ദൈവം സമ്മതിച്ചില്ല. ഇന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ചില കാര്യത്തിൽ ദൈവം സമ്മതിക്കും. ആരോടാണെന്നറിയാമോ? ദൈവത്തിന് അത്ര പ്രിയമുള്ളവരോട്, അത്രയ്ക്കും കർത്താവിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കുന്നവരുടെ കാര്യത്തിൽ സാത്താന് പ്രവർത്തിക്കാൻ ദൈവം അനുവദിക്കുന്നു. പക്ഷെ പിന്നീട് അതെല്ലാം ഇരട്ടിയായിട്ട് ദൈവം മടക്കി കൊടുക്കും. ഗോഡ് ബ്ലെസ് യു.